എന്താ ഉമ്മീ പറയണത്? 2 ദിവസം മുമ്പല്ലേ ഞാൻ ഈ വീട്ടിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നത്. അതൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അത് പിന്നെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞു മയനെ. എന്തൊരു ചെലവാ ഈ വീട്ടില്. ഇങ്ങനെയാണെങ്കി ഇപ്പൊ ഞാൻ ജോലി ചെയ്യണ ശമ്പളം മൊത്തം ഈ വീട്ടിക്ക് ചെലവാക്കാനല്ലേ ഉണ്ടാവുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് 10 പൈസന്റെ ഉപകാരം എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യ? അതെങ്ങനെയാ? ഇവിടെ തിന്നാനും കുടിക്കാനുള്ള ആൾക്കാരെല്ലാം കൂടിയില്ലേ? വരുമാനാണെങ്കിലോ കുറവും. കെട്ടിച്ചു വിട്ടവരൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ആയില്ലേ? മകളെ കെട്ടിച്ചു വിടാണ്ടാക്കിയ കടം തീർക്കുകയാണ് അവിടെ മകൻ. അപ്പൊ ഞാനും കൂടി ജോലിക്ക് പോണോണ്ട് ഈ കുടുംബം കഴിഞ്ഞു പോകും. ഭർത്താവിന്റെ ഉമ്മാനെ നോക്കണത് കടമ. കെട്ടിച്ചു വിട്ട പെങ്ങളിലും കുട്ടീനൊക്കെ നോക്കണം പറഞ്ഞാലേ. എന്താ ചെയ്യ? എന്റെ മകൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ? ഇപ്പൊ അതും പറഞ്ഞിട്ട് എന്റെ മകളിനെ എനിക്ക് ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അതിനിപ്പോ ആട്ടി വിടാനൊന്നും ആരും പറഞ്ഞിട്ടില്ലാലോ. അവളുടെ കുട്ടിക്ക് ഇപ്പൊ 2.5 വയസ്സായില്ലേ? അവൾക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിക്കൂടെ? അപ്പൊ കുട്ടീനെ നോക്കാനാണെങ്കിൽ ഇവിടെ ഉമ്മയുണ്ടല്ലോ. പിന്നെപ്പോ എന്താ? ഇതിപ്പോ മറ്റുള്ളവരുടെ ചെലവിൽ ഇങ്ങനെ ജീവിച്ചു പോവാന്ന് വെച്ചാൽ എത്ര കാലം നടക്കും ഇതിപ്പോ ഇങ്ങനെ? ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കണേ. ഇനിയിപ്പോ അടുത്ത മാസം എന്റെ മാമാന്റെ മകളുടെ കല്യാണം വരുന്നുണ്ട്. അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ അന്നാണേ. അപ്പൊ തിരിച്ചു എനിക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടിട്ടാ ഇരിക്കുന്നത്? ഇപ്പൊ എല്ലാ ചെലവും കൂടി ഇപ്പൊ ഞങ്ങൾക്കും താങ്ങണ്ടേ? ഇനിയിപ്പോ കറി പുറത്തുനിന്ന് വാങ്ങണം. ഇതൊക്കെയാണ് അധിക ചെലവേ. ഞാൻ പോണുന്നാ. ശരി. ആ ശരി. താത്ത പോയമ്മ. ആ അവള് പോയുണ്ണി. അവള് പറഞ്ഞതൊക്കെ നീ കേട്ടൂല്ലേ? എങ്ങനെ ഉമ്മ കേക്കാണ്ടിരിക്കുന്നത്? ഞാൻ കേക്കാൻ വേണ്ടിട്ടല്ലേ താത്ത ഇങ്ങനെ ഓരോന്ന് പറയണത്. അപ്പൊ ഞാനും എന്റെ കുട്ടി ഇവിടെ ഒരു അധികപ്പറ്റാണല്ലേ? ഞങ്ങളുള്ള കാരണം ഇവിടുത്തെ ചെലവും കൂടി. ഞാൻ എന്ത് ചെയ്യാനാ ഉണ്ണിയെ? അവരുടെയൊക്കെ ചെലവിലല്ലേ ഇപ്പൊ ഈ കുടുംബം തന്നെ പോണത്. അപ്പൊ അവരൊക്കെ പറയണത് നമ്മൾ കേൾക്കേണ്ടി വരും. അത് ശരിയമ്മ. അതുകൊണ്ടേ താത്ത പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് വിചാരിക്കമ്മ. എത്രന്ന് വെച്ചിട്ട് അങ്ങനെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ ചെക്കനെ എന്തായാലും അംഗൻവാടിയിലാക്കാലോ. അല്ലെങ്കിൽ ഇപ്പൊ അവനെ നോക്കാൻ ഉമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോട്ടെ. ഇല്ലെങ്കിലേ ചിലപ്പോ എന്റെ ആങ്ങള തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അതെന്തായാലും നന്നായി ഉണ്ണി. ഞാനിപ്പോ ഇതെങ്ങനെ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ജോലി നീ നോക്കിക്കോ. അതാ നല്ലത്. അപ്പൊ നിനക്കും നിന്റെ കുട്ടിക്കുള്ള കാര്യങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു പോവുമല്ലോ. വേറുള്ളവരുടെ കാലും കൈയും പിടിക്കാൻ നിൽക്കണ്ടല്ലോ.
എന്തായാലും പടച്ചോ തന്നതൊരു ആൺകുട്ടീനെയല്ലേ. അവനെയൊക്കെ ഇപ്പൊ ഞാൻ നോക്കിക്കോളാം. നീയേ ജോലിക്ക് പൊക്കോ. എന്തിനാ വെറുതെ അവരുടെ വായിലിരിക്കണൊക്കെ നമ്മൾ കേൾക്കാൻ നിക്കണത്. സ്വന്തം ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതന്നെ നല്ലത്. നീ പൊക്കോ. നീ കരയൊന്നും വേണ്ട, അപ്പൊ ശരിയാവും. ഇതിപ്പോ അവളുടെ അടുത്ത് തന്നെ നമ്മൾ എല്ലാത്തിനുള്ള ചെലവ് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ആർക്കായാലും ഇപ്പൊ തരാനൊരു മടി ഉണ്ടാവും. നോക്ക് ഇപ്പൊ അവിടെ അരി കഴിയാറായി. ഇനിയിപ്പോ കഷ്ടിച്ച് 2 ദിവസത്തിനും കൂടി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് തന്നെ പറയണ്ടേ. ഇപ്പൊ എങ്ങനെയാ ഞാൻ അവളുടെ അടുത്ത് പറയാന്ന് ആലോചിക്കുന്നത്. മടിയാവുക പറയാനേ. ഇന്നെ ഇപ്പൊ കണ്ടോ ഈ പച്ചക്കറികളും സാധനങ്ങളൊക്കെ കഴിഞ്ഞു പറഞ്ഞപ്പോ തന്നെ അവളുടെ മുഖം കണ്ടില്ലേ നീ. ഓരോന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ ഇതും കൂടി കഴിഞ്ഞു ഞാൻ എങ്ങനെ പറയാ അവളുടെ അടുത്ത്. ഇനിയിപ്പോ എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ ഉണ്ടല്ലോ അവള് എന്തെങ്കിലും വാങ്ങിട്ട് വന്നിട്ട് വേണം. എന്താ ചെയ്യപ്പൊ ഇനി അവള് വൈകുന്നേരമല്ലേ വരുള്ളൂ. വൈകുന്നേരം വരെ ഇപ്പൊ നമുക്ക് പട്ടിണി ഇരിക്കാൻ പറ്റുമോ. ഇത്തിരി പരിപ്പിരിക്കുന്നുണ്ട്. പരിപ്പും 2 ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിട്ടിട്ടേ എന്തെങ്കിലും ഒരു ചാറ് വെക്കട്ടെ. നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ. അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് മൊത്തം നിന്റെ കല്യാണം കഴിച്ചുവിട്ട കടം തീർക്കാനാന്നാ പറയുന്നത്. നമ്മക്കറിയില്ല. ഈ 2, 3, 4 വർഷമായില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇത്രയൊക്കെ ഉണ്ടോ കടം. നമ്മക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാ പറയണത്. അതുകൊണ്ടിപ്പോ നമുക്കൊന്നും ചോദിക്കാനും പറ്റില്ല. പിന്നെ ഇപ്പോ 10 സെന്റ് സ്ഥലം അവൻ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അവന്റെലും ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പൊ ചോദിച്ചിട്ടും കാര്യമൊന്നും ഇല്ല. അവനൊക്കെ ആകെ മാറി. അവള് പറഞ്ഞ പോലെ തന്നെ കേൾക്കുള്ളൂ. അവനൊക്കെ ഇപ്പൊ അവളുടെ കയ്യിലാ. നമ്മളൊന്നും വിളിക്ക് പോലും ഇല്ല. പിന്നെ ഇപ്പൊ എന്ത് ചോദിക്കാനാ അവന്റെ അടുത്ത്. നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ആ കുട്ടീന്റെ മോൻ നോക്ക് പാവം. അതിങ്ങനെ നോക്കും. നീയേ അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ദോശ ഇട്ട് വെച്ചിട്ടുണ്ട് ഉമ്മ. ഒരു ചട്നിയും ഉണ്ട്. അത് കൂട്ടിയിട്ട് അതിന് കൊടുക്ക്. എവിടുന്നാ തേങ്ങ. താത്ത മേടിച്ചതാ. പിന്നെ അവളൊന്നും തേങ്ങ വാങ്ങലില്ല. അതാ ജമീല 2 തേങ്ങ തന്നതാ. അവളുടെ അവിടെ 5, 6 തെങ്ങുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് 2 തേങ്ങ തന്നതാ. അതുകൊണ്ട് ചട്നി വെച്ചതാ. അല്ലാണ്ട് ഇപ്പൊ തേങ്ങ വാങ്ങുള്ളൂ. ഇതിലാകെ 2, 3 അല്ലേ ഉള്ളൂ ഉമ്മ. അത്രന്നെ ഉള്ളൂ. അവള് 5, 6 തിന്നിട്ട് പോയി. അത് നീയും കുട്ടിയും കൂടി കഴിച്ചോ. അതന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കഴിച്ചോ. ഉമ്മാക്കൊന്നും വേണ്ട. അത് നിങ്ങൾ തിന്നോ. ഉള്ളത് നിങ്ങൾ തിന്നോ. ഉമ്മാക്ക് ഇന്നലത്തെ മറ്റേ വെള്ളച്ചോറുണ്ട്. അത് മതി. അത് കൂട്ടിയിട്ട് ഞാൻ കുടിച്ചോണ്ട്. നീ അത് തിന്നോ. ഇനിയിപ്പൊ 2-ാം മുറി ചോറ് അത് അടുപ്പിലാണേ. രാവിലെ വെച്ചത് അവള് കൊണ്ടുപോയി. എന്താറിയോ അരി മെല്ലെ വേവണുള്ളേ. അപ്പൊ ഒക്കെ കൂടി നമുക്കാവുമ്പോ 2 നേരത്തേക്ക് വെക്കാലോ. വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് വെക്കാലോ. അപ്പൊ അവൾക്ക് മാത്രം ഇത്തിരി ഇട്ട് വേഗം ആക്കി കൊടുത്തതാ. അതെ. ഇപ്പൊ ഇതാവുന്നുള്ളു ചോറ്. അപ്പത്തിന് ഇത്തിരി പരിപ്പും കൂട്ടാൻ വെക്കാം. ഇനിയിപ്പോ ആ ജമീലാന്റെ അവിടെ തന്നെ പോയിട്ടേ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ടേ ഉപ്പേരി പോലെ എന്തെങ്കിലും ഉണ്ടാക്കാല്ലേ. അല്ലാണ്ട് ഇപ്പൊ എന്താ വെക്കണത്. അത് മതിമ്മ.